ഇന്നത്തെ ടോപ്പിക് വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ച് ആണ്. 1930, 31, 32 വർഷങ്ങളിലായി ആണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ബ്രിട്ടീഷുകാർ വിളിച്ചുകൂട്ടിയ വട്ടമേശ സമ്മേളനങ്ങളുടെ പ്രധാന ലക്ഷ്യം ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആയിരുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങൾക്കും വേദിയായ നഗരം ലണ്ടൻ ആണ്. 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജോർജ് 5 ആയിരുന്നു. വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു. 1-ാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. 2-ഉം 3-ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ നേതാക്കളും നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും ഒരുമിച്ച ആദ്യത്തെ സംഭവം ആയിരുന്നു 1-ാം വട്ടമേശ സമ്മേളനം. കോൺഗ്രസ് പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ആണ് 1931 സെപ്റ്റംബറിലെ 2-ാം വട്ടമേശ സമ്മേളനം. 1931 2-ാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പങ്കെടുപ്പിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിരുന്നു 1931 മാർച്ച് 5 ഗാന്ധി-ഇർവിൻ ഉടമ്പടി. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ആണ് 1931 സെപ്റ്റംബറിലെ 2-ാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായാണ് 1932 ആഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത്. വട്ടമേശ സമ്മേളനങ്ങളുടെ ഫലമായുണ്ടായ പ്രധാന നിയമനിർമ്മാണം ആയിരുന്നു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു, MR ജയക്കർ എന്നിവർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ വനിതയായിരുന്നു ബീഗം ജഹനാര ഷാനവാസ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അധകൃത വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി പങ്കെടുത്തത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ആയിരുന്നു 2-ാം വട്ടമേശ സമ്മേളനം.